സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ ചവറ ജയകുമാർ, സെക്രട്ടേറിയറ്റിലെ സീലിംഗ് പൊളിഞ്ഞു വീണ അഡീഷണൽ സെക്രട്ടറിക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഈ കാലഹരണപ്പെട്ട കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഒരു കാലാവധി, അത് എത്രത്തോളം അതിനെ എങ്ങനെയാണത് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പരിപാലിക്കേണ്ടത്, ഒരു ആർട്ട് ആൻഡ് ഹെറിറ്റേജിന്റെ ഭാഗമായി അതിനെ നിലനിർത്തണമോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പൊതുജനങ്ങൾ വരുന്നത് എത്രത്തോളം ഗുണകരമാകും, അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ ആ കെട്ടിടത്തിന്റെ ഒരു സ്ട്രക്ചറും മറ്റും നോക്കി വിദഗ്ധ സമിതി വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യുകയും മെയിൻ്റനൻസ് നടത്തേണ്ടതുമാണ്. അത് കാലാകാലങ്ങളിൽ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വീഴ്ചയാണ്. അതിന് മതിയായ ഫണ്ട് അനുവദിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസ്ഥാനത്തുള്ള സർക്കാർ ഓഫീസുകളുടെയും പല സ്കൂളുകളുടെയൊക്കെ നിലവാരം നോക്കൂ. നിങ്ങൾ ഒരു ചില തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ വലിയ VIP വന്ന് വോട്ട് ചെയ്യുമ്പോൾ ആ സ്കൂളിന്റെ ശോച്യാവസ്ഥ നമ്മൾ കാണുന്നതാണ്. കുട്ടികളിരുന്ന് പഠിക്കുന്നിടമാണ്. അപ്പോൾ ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിനെ സ്ഥിരം മോണിറ്റർ ചെയ്യാനും അതിനൊരു സമിതിയോ അല്ലെങ്കിൽ മതിയായ ഫണ്ടോ ഒന്നും അനുവദിക്കാറില്ല. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് നടന്നുകൊള്ളും എന്ന രീതിയിലാണ് പോകുന്നത്. രാജഭരണകാലത്ത് ഉണ്ടായ കെട്ടിടം ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നടത്തിയിട്ടെന്നുള്ളതല്ലാതെ കാര്യമായി അതിനെ സ്ട്രക്ചറലായി അതിനെ ഒരു ബലപ്പെടുത്തുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു സോഷ്യൽ ആഡിറ്റിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഇവിടെ അപകടം വന്ന് ഒറ്റപ്പെട്ട സംഭവമായൊക്കെ ചിത്രീകരിച്ചു പോകും. പല സ്ഥലങ്ങളിലും നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ട്, വലിയ തീപിടുത്തങ്ങളുണ്ടായി. സെക്രട്ടേറിയറ്റിലൊക്കെ ഷോർട്ട് സർക്യൂട്ട് വന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഒരു പക്ഷേ അവിടെ അഗ്നിബാധ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി നഗരം തന്നെ നിന്ന് കത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയേനെ. അതിൻ്റെ പിറകിൽ അന്ന് പല അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മതിയായ സുരക്ഷയില്ലാത്ത കെട്ടിടങ്ങളിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരും അതുപോലെ അനുചര വൃന്ദവും അത് വ്യവഹാരങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളും ഒക്കെയാണ്. പല കോടതിയുടെ സാഹചര്യങ്ങൾ, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ചിലയിടത്തൊക്കെ അങ്ങനെ ഫണ്ടുള്ളിടത്തൊക്കെ അവർ വ്യക്തിപരമായി അവരുടേതായ ചില ഇതിലൂടെ ആ വകുപ്പുകൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആക്സസ് കൺട്രോൾ സിസ്റ്റം കൊണ്ടുവരാനാണ് സർക്കാർ വലിയ വ്യഗ്രത കാണിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ അവിടെ ജീവനക്കാരെ അവിടെ തന്നെ നിലനിർത്തുക, പുറത്തു പോകുന്ന ആളുകളെ കൺട്രോൾ ചെയ്യുക, അങ്ങനെ വലിയ അച്ചടക്കവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നു. പുതിയ സംവിധാനം ഫയൽ, അതിൻ്റെ ഭാഗമായിട്ട് ഡാറ്റ അതിന് മതിയായ രീതിയിൽ അതിൻ്റെ സെർവറും മറ്റ് സിസ്റ്റവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കുകയാണ്. ഭരണപരമായിട്ടുള്ള സ്തംഭനം ഇക്കാര്യത്തിലുണ്ട്. ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ. ഇതിനൊന്നും ഒരു പരിഹാരമുണ്ടാക്കാൻ സർക്കാർ കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ ഇടപെടൽ ഇല്ലാത്തതിന്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സെറ്റോ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത്.